ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു സംഘർഷമാണ് CPM ഓഫീസിനുണ്ടായത്. CPM ഓഫീസിലേക്ക് പോലീസുകാർ ഇരച്ചു കയറുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി. ഇത് ഇന്ത്യൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തെ നേരിടുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണോ ഇത്? അങ്ങനെയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ മെച്ചപ്പെട്ട വിജയം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 MLA പാലക്കാട് ഇപ്പോൾ 5 MLA ലഭിച്ചു. അത് മാത്രമല്ല, മറ്റു മണ്ഡലങ്ങളിൽ ഗണ്യമായിട്ടുള്ള വോട്ട് നിങ്ങൾ നോക്കിയാൽ 35,000 വോട്ട് ഉണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യം LDF ജയിച്ചിട്ടുള്ള ആലത്തൂർ പോയി 8,000 ചുരുങ്ങി. നെന്മാറ 28,000 വോട്ടുള്ളവർ 3,000 ചുരുങ്ങി. അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും എണ്ണി നോക്കിയാൽ വളരെ ഗണ്യമായിട്ട് LDFൻ്റെ വോട്ട് കമ്മിയാക്കാൻ കഴിഞ്ഞു. മെച്ചപ്പെട്ട വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ ഒന്നിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കൊടുങ്കാറ്റ് പോലെ LDFയുടെ താഴെ ഇറക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഒരു കാരണവശാലും ആരുടെയും പാർട്ടി ഓഫീസ് കല്ലെറിയാനോ ആരുടെയും പോലീസ് ഉപയോഗിച്ച് അടിച്ചമർത്താനോ ഞങ്ങൾ ഉദ്ദേശിക്കില്ല. അവർ 10 വർഷത്തെ അവർ കാണിച്ച ഒരു സുപ്രഭാതത്തിൽ അവർക്കുണ്ടായ കോംപ്ലക്സാണ്. ആ പാലക്കാട് അസംബ്ലിയിൽ തോറ്റാൽ അത് അങ്ങാടി തോറ്റ അമ്മയോടല്ല കാണിക്കേണ്ടത്. തോറ്റത് കയറി നേരെ പ്രകടനത് കല്ലെറിയല്ലോ വേണ്ടത്. ആ എറിഞ്ഞത് മനസ്സാക്കിയത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കെതിരെ എറിഞ്ഞെങ്കിലും UDF പ്രവർത്തകർക്ക് എറിഞ്ഞെങ്കിലും അത് പോലീസുകാരുടെ മേലിൽ തട്ടി. അവിടെ പ്രഭാവനം ഉണ്ടാക്കിയത്. അല്ലാതെ പോലീസുകാർ അവർ മാറിയെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ആരായാലും ഏത് പ്രകടനമാണെങ്കിലും പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ അങ്ങോട്ടും ഒരു പാർട്ടി ഓഫീസിനെ ആക്രമിക്കാനോ കല്ലെറിയാൻ താല്പര്യമില്ലാത്തവരാണ്. ഇങ്ങോട്ടും മര്യാദയുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ ഒരു പാർട്ടി ആസ്ഥാനത്തിൽ കല്ലെറിയാനോ മാർച്ച് നടത്തുന്നത് അത് നല്ല ശീലമല്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോട്ടെ 1,500 വോട്ട് 1,600 വോട്ട് കിട്ടിയാൽ നെന്മാറ കിട്ടിയില്ലേ വോട്ട്? അത് അങ്ങനെയാണല്ലോ വരിക. അടുത്തെത്തിയില്ല ഇതൊക്കെ. നിങ്ങൾ എവിടെയാണ് 28,000 വോട്ട് എന്നാണ് 1,800 എത്തിയാൽ ജയിക്കാവുന്ന രീതിയിൽ എത്തുന്നത്. അപ്പോൾ അത് മെച്ചം ആൾ തന്നെ. അപ്പോൾ 6 സീറ്റ് ആവൂലേ? ഇത് മെച്ചപ്പെട്ട വിജയം തന്നെ. തർക്കം എന്താ? അത് ഉദ്ദേശിച്ച പോലെ 6-7 ഒക്കെ വരേണ്ടതായിരുന്നു. അതില്ലാകില്ല. എന്നാലും മെച്ചപ്പെട്ട വിജയമാണ് പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ നോക്കിയോ വോട്ടുകൾ നോക്കൂ. മറ്റു അസംബ്ലിയെ മറ്റു സ്റ്റേറ്റ് ജില്ലയെ പോലെയല്ല. 38,000 വോട്ട് പോയിട്ട് 8,000 ആവുന്നു. 28,000 വോട്ട് 3,000 ആവുന്നു. എന്താ ഈ കമ്മിയല്ലേ? ഇത് എല്ലാം കൂടുതലാണ്. ഏതാ കണക്കിൽ 28,000 ആണോ കമ്മി, എല്ലാം 3,000 ആണോ കമ്മി? അപ്പം മെച്ചപ്പെട്ട ഇത് ഉണ്ടായിട്ട് പഞ്ചായത്ത് ഇലക്ഷനേക്കാളും മെച്ചപ്പെട്ടതാണ് അസംബ്ലി ഇലക്ഷൻ. കോൺഗ്രസിന് മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുകയാണ്. എന്തായിരിക്കണം മാനദണ്ഡം? സീനിയോറിറ്റി ആണോ, MLA-മാരുടെ പിന്തുണയുടെ? മുഖ്യമന്ത്രിയുടെ കീഴ്വഴക്കൊക്കെ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ അതൊക്കെ ഞങ്ങളിൽ നിന്ന് അഭിപ്രായം പറയേണ്ട കാര്യമല്ല. ചോദിക്കുമ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെ ഉൾക്കൊള്ളിക്കുന്നു പറയുന്നു ഉണ്ടെങ്കിൽ അപ്പോൾ അഭിപ്രായം പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് പാർട്ടിയുടെ ഹൈക്കമാൻഡ് ചെയ്യേണ്ട പരിപാടിയാണ്. ഇവിടെ മാത്രമല്ല മുഖ്യമന്ത്രിക്ക്, ഇന്ത്യയിൽ മുഴുവൻ മുഖ്യമന്ത്രിമാരുടെ എങ്ങനെ നിശ്ചയിച്ചു ആ രീതിയിലല്ലേ മാനദണ്ഡമല്ലേ കേരളത്തിലും പറ്റുള്ളൂ. അങ്ങനെയൊന്നും അല്ല. അങ്ങനെ എങ്ങനെയെന്നുള്ളത് അത് AICC ഹൈക്കമാൻഡ് തീരുമാനിക്കും. അല്ല, ഞങ്ങളിൽ എല്ലാ അധിഷ്ഠിതമല്ല. അത് AICCയുടെ അധിഷ്ഠിതമാണ്. മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നത്. അത് MLA-മാരെ വിളിച്ചു കൂട്ടി അവരുടെ അഭിപ്രായം ചോദിച്ചു, ഇവിടെ സീനിയർ നേതാക്കന്മാരുടെ അഭിപ്രായം ചോദിച്ചു, എന്നിട്ട് അവർ തീരുമാനിക്കും. അങ്ങനെയൊന്നുമില്ല. അത് ഏത് ഉചിതം എന്നുള്ള നിലയ്ക്കൊക്കെ AICC പല ഘട്ടങ്ങളിൽ പല കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അതുപോലെ അവർ തീരുമാനിക്കും. അതിനൊരു ഒരു നോംസ് ഉണ്ട്. ആരെ മുഖ്യമന്ത്രി തീരുമാനിക്കും. അത് നമ്മുടെ പഞ്ചായത്ത് ഇതുപോലെ അല്ലല്ലോ. അവരെല്ലാം പരിശോധിച്ചിട്ട് തീരുമാനിക്കും. അല്ല, ചോദിക്കുമ്പോൾ പറയാം. അതിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾക്ക് ആവശ്യമില്ലാതെ ഇടപെടണ്ട. ഇതൊക്കെ ഉന്നതതല മീറ്റിങ്ങിൽ ഉന്നതതല യോഗത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. മുഖ്യമന്ത്രി നിസ്സാര കാര്യമല്ല. എൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മറുപടി വരേണ്ട ആളുമല്ല. അതൊക്കെ വലിയ AICC ലെവൽ തീരുമാനിക്കേണ്ട, എല്ലാ സ്റ്റേറ്റുകളിലും തീരുമാനിക്കുന്ന മാനദണ്ഡം കേരളത്തിലും ഉണ്ടാവും. ഞാൻ ആയിരിക്കും അത് AICC തീരുമാനിക്കുന്നത് ആരെ വേണം എന്നുള്ളത്. ആരെ വേണം എന്നുള്ള AICC തീരുമാനിക്കും. ഓക്കെ, ആദ്യം വരട്ടെ. 20 കാലത്ത് വന്നു കഴിഞ്ഞല്ല, നമുക്ക് ഇത് ആദ്യം വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പാലക്കാട് ഒരു മന്ത്രി വേണമെന്നെങ്കിൽ ആവശ്യപ്പെടണം. വരും. ഒന്നുമില്ല എന്നൊന്നും ഇരിക്കില്ല. ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. പക്ഷെ ഇത് വരട്ടെ. വരാതെ പറയാൻ പാടില്ല. അങ്ങനെ പാടില്ല. കേരളത്തിലാണ് മന്ത്രി, അല്ലാണ്ട് പാലക്കാട് ജില്ലയ്ക്കായിട്ട് മന്ത്രിയൊന്നുമില്ല. കേരളത്തിൽ അങ്ങനെ എല്ലാ ജില്ലയ്ക്കും മന്ത്രിമാർ കൊടുക്കാൻ കഴിഞ്ഞു വരില്ല. പക്ഷെ കേരളത്തിൽ മൊത്തമായിട്ട് കോൺഗ്രസിന് എത്ര മന്ത്രിമാരോ അതിന് കിട്ടുന്നത് നമ്മൾ ചെയ്യും. ഇല്ലെങ്കിൽ UDF-ന്റെ മന്ത്രി കിട്ടിയാലേ പോരെ. ഇപ്പൊ സംസ്ഥിതി ആവണമെന്ന് പറയുന്നത് നല്ലതല്ലേ? UDF-ന് മന്ത്രി കിട്ടിയാൽ പോരെ? വേണം. ഞാൻ ചോദിച്ചോട്ടെ, എല്ലാം നമ്മൾ സാങ്കേതിക ചെറുതായി കാണണ്ട. UDF-നുള്ള മന്ത്രി, കേരളത്തിൽ കിട്ടുന്ന മന്ത്രി, അത് ഉപയോഗിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഏത് മന്ത്രി വേണമെന്നുള്ളത് ആദ്യം മന്ത്രിസഭ വരട്ടെ എന്ന് തീരുമാനിക്കാം. ഓക്കെ, മുഖ്യമന്ത്രി വരട്ടെ എന്നിട്ട് മന്ത്രിസഭ തീരുമാനിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.